പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 27-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് കാണുന്നത്. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. യേശുവിൻ്റെ ആദ്യത്തെ കുർബാനയിൽ പങ്കെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളായ യൂദാസ് അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. വിശുദ്ധമായ വിചാരങ്ങളോടെ അല്ല യൂദാസ് അവിടെ സന്നിഹിതനായിരുന്നത്. ധനമോഹത്തിന് അടിമപ്പെട്ട് പശ്ചാത്തപിക്കാതെ അവസ്ഥയിലാണ് യൂദാസ് വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. യൂദാസ് തൻ്റെ ഗുരുവിനെ 30 വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുക്കുകയും ചെയ്തു. 1 കൊറിന്തോസ് 11-ാം അധ്യായം 27-ൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ യേശുവിൻ്റെ, അതായത് കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ തെറ്റ് ചെയ്യുന്നു. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കണമെങ്കിൽ നമുക്ക് യോഗ്യത ഉണ്ടായിരിക്കണം. ആരും അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അപ്പോൾ എന്താണ് അയോഗ്യത? നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധിയും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തയും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും ധനമോഹവും സ്വാർത്ഥതയും ഉണ്ടെങ്കിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നാം യോഗ്യരല്ല. നാം ആത്മശോധന ചെയ്ത് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിച്ച് ഹൃദയം വിശുദ്ധിയിൽ വരുത്തിയതിന് ശേഷം മാത്രമേ വിശുദ്ധ കുർബാന നാം സ്വീകരിക്കാവൂ. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ യേശു പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അവനൊരിക്കലും മരിക്കുകയില്ല, അവൻ എന്നേക്കും ജീവിക്കും. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പരിണത ഫലമായി വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഓരോ വ്യക്തിക്കും തന്നെ പൂർണ്ണമായി നൽകുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്ക് നമ്മോടുള്ള അനന്തമായ സ്നേഹത്തിൻ്റെ വ്യക്തമായ അടയാളവും തെളിവും വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുന്നു. നമുക്ക് പാപമോചനം നൽകി നമ്മെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു. അതിനാൽ നാം എപ്പോഴും യോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് പരിശ്രമിക്കണം. വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിക്കുമ്പോൾ നാം എല്ലാവരും വിശുദ്ധരായി മാറും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.